കേരളപ്പിറവി ദിനാഘോഷത്തിലും കാവിക്കൊടിയേന്തിയ ഭാരതാംബ. രാജ്ഭവനിൽ സംഘടിപ്പിച്ച ദിനാഘോഷത്തിലാണ് കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വെച്ചത്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും ശ്യാമപ്രസാദ് മുഖർജി ദിനാചരണത്തിലും ചിത്രം ഒഴിവാക്കിയിരുന്നു. സഫാൻ വി പി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സഫാൻ, ഇത് ഏത് പരിപാടിയിലാണ് വീണ്ടും ഭാരതാംബ ചിത്രം പ്രത്യക്ഷപ്പെട്ടത്? അമൃത, കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇത്തരത്തിലൊരു ചിത്രം സ്ഥാപിച്ചത്. വിവാദമായതോടെ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലടക്കം ഈ ഭാരതാംബ ചിത്രം ഒഴിവാക്കിയിരുന്നു. ഒരു സമവായ ചർച്ച സർക്കാരും ഗവർണറും തമ്മിൽ നടത്തിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഒഴിവാക്കിയത്. പക്ഷെ വീണ്ടും നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാജ്ഭവനിൽ ഇത്തരത്തിൽ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ രാജ്ഭവനിൽ നടത്തിയ പരിപാടിയിൽ സർക്കാർ പ്രതിനിധികൾക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. നേരത്തെ രാജ്ഭവൻ പൊതുപരിപാടിയിൽ കാവിക്കൊടി ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ വലിയ വിവാദങ്ങൾ ജൂൺ 5 മുതൽ 5-നാണ് ഇത് ആരംഭിക്കുന്നത്. കൃഷി മന്ത്രി പി പ്രസാദ് ഭാരതാംബ വിവാദത്തിന് തിരികൊളുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിനെ തുടർന്ന് സർക്കാർ ആ പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു. ജൂൺ 19-ന് രാജ്ഭവനിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയിൽ നിന്ന് മന്ത്രി ശിവൻകുട്ടിയും ഇറങ്ങിപ്പോയിരുന്നു. ഇതോടെയാണ് ഈ ചർച്ച വലിയ രീതിയിൽ സർക്കാർ ഗവർണർ പോരിലേക്ക് മാറുന്നതും ഗവർണർ ഈ പങ്കെടുക്കുന്ന പരിപാടിയിൽ സർക്കാർ പരിപാടിയിലടക്കം ഈ ചിത്രം നിർബന്ധമാക്കുകയും ചെയ്യുന്നത്. പിന്നീട് മുഖ്യമന്ത്രി അടക്കം ഇടപെട്ട ഒരു സമവായ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഗവർണറെ അനുനയിപ്പിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത പരിപാടിയിൽ ചിത്രം ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ ഇത്തരത്തിൽ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിക്കുന്നതും ഗവർണർ അതിനു മുമ്പിൽ നിലവിളക്ക് കൊടുക്കുന്നതുമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അമൃത.